പക്ഷേ ഈ ഹദീസ് നിഷേധ പ്രവണത, ബുദ്ധിക്കനുസരിച്ച് ഹദീസുകൾ തള്ളിക്കളയുന്ന സ്വഭാവം നമ്മുടെ നാട്ടിൽ വല്ലാതെ വ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉസ്താദ് നമ്മളെ ഹദീസ് പണ്ഡിതൻ തന്നെയാണ്, അബ്ദുസ്സലാം സ്വല്ലമി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ബുഖാരി പരിഭാഷയിലൊക്കെ എത്ര എത്ര ഹദീസുകൾ അദ്ദേഹം തള്ളിക്കളഞ്ഞത്. അപ്പൊ നിങ്ങൾക്കറിയോ, 2ാം CN ആണ് അദ്ദേഹം. CNന്റെ പുനരവതാരമാണ് അയാൾ. ഹദീസുകളെ നിഷേധിക്കുന്നതിൽ ഇപ്പൊ ചന്ദ്രൻ പിളർന്നു, ഖുർആനിൽ വ്യക്തമായിട്ടുള്ളതാ. ഇഖ്തറബത്തി സാഅതു വൻശഖൽ ഖമർ, സൂറത്തുൽ ഖമർ നിങ്ങൾ ഇന്ന് എടുത്തു നോക്കി. ഇസ്ലാഹി പ്രസ്ഥാനം നേരെ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ച്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചന്ദ്രൻ പിളർന്നു, ഇതാ നോക്കി കാണൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തു, കാണിച്ചു കൊടുത്തു. ഒരു കഷ്ണപ്പുറത്തും ഒരു കഷ്ണപ്പുറത്തുമായിട്ട് കാണിച്ചു കൊടുത്തു. അതിനിടയിലൂടെ മല എങ്ങനെ നോക്കി കണ്ടു എന്നാ അതിനെ വ്യാഖ്യാനിച്ചു. അത് പരലോകത്ത് നടക്കാൻ പോകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചു. പക്ഷെ ചന്ദ്രൻ പിളർന്ന സംഭവത്തെ നിഷേധിച്ചിരിക്കുകയാണ്. അതുപോലെ ഇസ്രായിനെ സംബന്ധിച്ച് ഇസ്രായേൽ ശാരീരികവും മിറാജ് ആത്മീയവുമാണ്. മിറാജ് വെറും സ്വപ്നത്തിൽ നടന്ന കാര്യമാണ്, ഇസ്രായേൽ മാത്രം ശാരീരികമുള്ളൂ. മുഴുവൻ സ്വപ്നം തരുന്ന ഒരു കൂട്ടര്. അപ്പൊ അത് വല്ലാതെ സ്ഥാപിക്കാൻ കഴിയാത്തവരുടെ പേര് മധ്യസ്ഥ്. മുഴുവൻ സ്വപ്ന എന്ന് പറയണ്ട, പകുതി ശാരീരികാക്കുക. ഇസ്രായേൽ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയത് ശാരീരികവും, അവിടുന്ന് അങ്ങോട്ട് പോയത് സ്വപ്നവും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് നിഷേധിച്ചിരിക്കുകയാണ്.